മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാര ബുക്കിംഗുകൾ പുനരാരംഭിക്കണമെന്ന അഭ്യർത്ഥനയുമായി മാലദ്വീപിലെ ട്രാവൽ ഏജന്റുമാരുടെയും ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെയും സംഘടന ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട സംഘടന ഇന്ത്യയിലെ ട്രാവൽ ബുക്കിംഗ് കമ്പനികൾക്ക് കത്തയച്ചു. അതേസമയം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ബുക്കിംഗുകൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് ചൈനയുടെ സഹായം അഭ്യർത്ഥിച്ചതായും വാർത്തകൾ വരുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ രാധാകൃഷ്ണൻ. ഈ മാലദ്വീപ് അവർ വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടുത്തെ ഇന്ത്യ വിരുദ്ധ സമീപനം, അവരുടെ സർക്കാർ സ്വീകരിച്ച ഇന്ത്യ വിരുദ്ധ സമീപനം, അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വിദ്വേഷ പരാമർശം നടത്തുന്ന, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തുന്ന വിധത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്നത്. ഇതിനനുബന്ധമായിട്ടാണ് ഇപ്പോൾ ഈ സാഹചര്യങ്ങളെ നേരിടാനായിട്ട് അവിടെയുള്ള വിനോദസഞ്ചാര സംഘടന, ട്രാവൽ ഏജൻസികളുടെ സംഘടന ഇപ്പോൾ ഇന്ത്യയോട് തന്നെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് അവിടേക്കുള്ള ബുക്കിങ്ങുകൾ പുനരാരംഭിക്കണം എന്നുള്ളതാണ്. ആരെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞതുകൊണ്ട് മാലദ്വീപിലെ ജനങ്ങൾക്ക് ഇന്ത്യയോടുള്ള ആ ഒരു സമീപനത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ നൽകിയ സഹായത്തോടുള്ള നന്ദിയിലോ ഒരു കുറവും ഉണ്ടാകില്ല. മാലദ്വീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഈ ഇങ്ങനെ തുടർച്ചയായിട്ട് ക്യാൻസലാക്കുന്നത് അത് വലിയ രീതിയിൽ തിരിച്ചടിയാകും. ആ ബുക്കിങ്ങുകളുമായി ബന്ധപ്പെട്ട് തുടരണം എന്നുള്ളതാണ്. മാത്രമല്ല ചില ആനുകൂല്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ബുക്കിങ്ങുകൾക്ക് ഈ ട്രാവൽ ഏജൻസികൾക്ക് നൽകാൻ തയ്യാറാണ് എന്നുള്ള വിധത്തിലും അവിടെ നിന്ന് ഉള്ള പ്രതികരണം ഉണ്ടാകുന്നുവെന്ന് അറിയാനായിട്ടാണ് സാധിക്കുന്നത്. പ്രസിഡന്റ് മൂയിസിനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ സർക്കാർ ആ വിധത്തിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഇന്ത്യ നൽകുന്ന സാമ്പത്തിക സഹായം അവിടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ SBI നൽകിയ സഹായങ്ങളാണ് ഒരുപക്ഷെ അവിടുത്തെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ നമ്മുടെ നിക്ഷേപം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചും നൽകുന്ന സഹായം എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചും ഏതെങ്കിലും പുനരാലോചന ഉണ്ടാകുമോ എന്ന ഒരു ഭയം വലിയ രീതിയിൽ മാലദ്വീപിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി നേരിടാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള ഒരു താല്പര്യമടക്കം അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.